ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ 4 ദിനങ്ങൾ പിന്നിടുകയാണ് മാർക്കോ. മാർക്കോയുടെ കളക്ഷൻ എത്രയായിട്ടുണ്ടാകാം? ഇപ്പോൾ പുറത്ത് വരുന്ന ട്രാക്ഡ് കളക്ഷൻസ് 31 കോടി 3 ദിവസങ്ങൾ കൊണ്ട് എന്നുള്ളതാണ്. അതായത് 4 ദിവസം കൊണ്ട് 41 കോടി എത്തിയിട്ടുണ്ടാകാം എന്നുള്ള കണക്കുകളാണ് പുറത്ത് വരുന്നത്. പക്ഷേ ഒരു കാര്യം ചോദിക്കുകയാണ്, ട്രാക്കേഴ്സ് കള്ളം പറഞ്ഞ് കളക്ഷൻ കുറയ്ക്കുകയല്ലേ എന്നുള്ളത്. അതിനുള്ള തെളിവുകളും നമുക്കിവിടെ നിരത്താം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളും കൂടെ ഉണ്ടാവണം. വേറെ ഒന്നുമല്ല, ഈ കളക്ഷൻ പറയുമ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടെ നിൽക്കാം എന്നുള്ളതാണ്. സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷനായിട്ട് പുറത്ത് വന്ന ഒഫീഷ്യൽ കളക്ഷൻ 10 കോടി 80 ലക്ഷം രൂപയാണ്. ഒഫീഷ്യൽ പോസ്റ്ററിൽ വന്ന ഒരു കളക്ഷൻ കാര്യമാണ്. അവിടെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കേരള കളക്ഷനിലേക്ക് വരാം. കേരള കളക്ഷൻ 3 കോടി 68 ലക്ഷത്തി 35,000 രൂപയായിരുന്നു ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അന്ന് പറഞ്ഞ കണക്ക് 3 കോടി 45 ലക്ഷം രൂപയാണ് സിനിമയുടെ 4 കോടി 45 ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ എന്നുള്ളതാണ്. അവിടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. 3 കോടി 68 ലക്ഷത്തി 35,000 രൂപ ട്രാക്കേഴ്സ് പറഞ്ഞപ്പോൾ 4 കോടി 45 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് കേരള കളക്ഷൻ പുറത്തു വന്നത്. ഇനി രണ്ടാം ദിവസം നമുക്കറിയാം, ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനായിരുന്നു ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡായിട്ട് എന്നുള്ളത് എല്ലായിടത്തു നിന്നും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ ആദ്യ ദിനം ഏകദേശം 40 ലക്ഷമായിരുന്നെങ്കിൽ പിന്നീട് 65 ലക്ഷം രൂപയാകുന്ന ഒരു കണക്കും, പിന്നീട് മൂന്നാം ദിവസം അത് 85 ലക്ഷം രൂപയായിരുന്നു. എല്ലാവരും, അതായത് ട്രാക്കേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ തന്നെയാണ്. അവിടെയാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. രണ്ടാം ദിവസം കേരള കളക്ഷനായിട്ട് പറയുന്നത് 3 കോടി 83 ലക്ഷത്തി 23,000 രൂപയാണ്. അതായത് ആദ്യ ദിനത്തിലെ 3 കോടി 68 ലക്ഷം രൂപയും അതേപോലെ രണ്ടാം ദിവസത്തെ 3 കോടി 83 ലക്ഷം രൂപയുമായിട്ടുള്ള ഡിഫറൻസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഏറെക്കുറെ ഒരു 15 ലക്ഷം രൂപയുടെ ഡിഫറൻസ്. അതായത് 68ഉം 2ഉം 70, 70ഉം 13ഉം നമുക്കും അങ്ങനെയാണ് 15 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് പറയുന്നത്. അന്ന് ട്രാക്ഡ് കളക്ഷൻസ് പുറത്ത് വിട്ടിരിക്കുന്ന കണക്കുകളാണ് കള്ളക്കളിയുടെ ട്രാക്കേഴ്സ് മുഖാന്തരമുള്ള, അതായത് ഉണ്ണി മുകുന്ദൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള നടന്മാർ, മമ്മൂട്ടി തുടങ്ങിയ നടന്മാരുടെ കളക്ഷൻ കുറയ്ക്കുന്ന ട്രാക്കർ വിദ്യകൾ നമ്മൾ ആദ്യം കൈയോട് പിടിക്കുന്ന കാര്യങ്ങൾ. വേറെ ഒന്നുമല്ല, 4 കോടി 54 ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് പുറത്ത് വിട്ടിരിക്കുന്നത്. അതായത് ആദ്യ ദിനം സിനിമ നേടിയ 3 കോടി 68 ലക്ഷം രൂപയിൽ നിന്ന് വന്നത് 4 കോടി 45 ആണെങ്കിൽ ഈ 15 ലക്ഷം രൂപ കൂടുതൽ വന്നപ്പോൾ എങ്ങനെയാണ് വെറും 9 ലക്ഷം രൂപയുടെ കളക്ഷൻ വർധനവ് മാത്രമായി മാറിയത് എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം തന്നെ നിൽക്കുന്നത്. എനിക്ക് തോന്നിയ ഒരു കണക്കായിരിക്കാം നിങ്ങൾക്ക് ഇതിനകത്തിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയുടെ മൊത്തം കളക്ഷൻ 2.5 കോടിയോളമാണ് 3 ദിവസം കൊണ്ട് എത്തിയതായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാം ദിവസം നമുക്കറിയാം, ബാക്കി ആദ്യ 2 ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്ന കാര്യവുമാണ്. അതായത് റെക്കോർഡ് കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം 4 കോടി 25 ലക്ഷത്തി 90,000 രൂപയാണ്. അതായത് 5 കോടി 20 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ മൂന്നാം ദിവസത്തെ കളക്ഷനായി വന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 14.5 കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ മാത്രമായിട്ട് സിനിമയ്ക്ക് വന്നത്. നമ്മൾ കേൾക്കുന്നതും 3 ദിവസത്തെ ഓവർസീസ് കളക്ഷനും 15.5 കോടിക്ക് മുകളിലാണ്. അതായത് അപ്പോൾ തന്നെ 31 കോടിക്ക് മുകളിലേക്കായി. ഓവർസീസിൽ അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2.5 കോടി ആകുമ്പോഴത്തേക്ക് 33.5 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷനാണ് ഈ ഒരു കണക്ക് വെച്ച് തന്നെ നോക്കുമ്പോൾ. എന്നിട്ടും പ്രമുഖ ട്രാക്കേഴ്സ് പുറത്ത് വിടുന്ന കണക്ക് 31 കോടിയാണ് 3 ദിവസത്തെ കളക്ഷൻ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് അടിവരയിട്ട് നിങ്ങൾക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാവുന്ന കാര്യമാണ്. എത്രത്തോളമായിരിക്കാം ഈ സിനിമയുടെ മൂന്നാം ദിവസത്തെ കളക്ഷൻ? എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് 35 കോടിയെങ്കിലും ഈ സിനിമ 3 ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ കളക്ഷനാണ് പറയുന്നത്. അങ്ങനെ 4-ാം ദിവസവും മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും നമുക്ക് കാണാൻ കഴിഞ്ഞു, പ്രീ സെയിലിലൂടെ 1 കോടി 35 ലക്ഷം രൂപയായിരുന്നു 4-ാം ദിവസം സിനിമ നേടിയത്. ഇന്ന് മികച്ച രീതിയിലുള്ള ബുക്കിംഗാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെക്കുറെ 3 കോടിക്ക് മുകളിലായിരിക്കും ഇന്നും ഫൈനൽ കളക്ഷൻ വരാൻ പോകുന്നത്. അതായത് ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നതാണ്. അതായത് 3.5 കോടിക്ക് മുകളിലായിരിക്കും ഇന്നത്തെ കളക്ഷൻ. അതായത് ഏകദേശം 17-18 കോടിയിലേക്ക് സിനിമ കേരള കളക്ഷൻ എത്തുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കളക്ഷനോട് കൂടി 46 കോടി 49 കോടിക്കിടയിലായിരിക്കാം സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടായി 4-ാമത്തെ ദിവസം പുറത്ത് വരേണ്ടത്. ഒരുപക്ഷെ ട്രാക്കേഴ്സ് ഇനി പറയാൻ പോകുന്ന കണക്ക് നോക്കിക്കൊള്ളുക, ഒരു 39നും 42നും ഇടയിലുള്ള കളക്ഷൻ ആയിരിക്കും. അതിൻ്റെ താഴേക്ക് വരാനുള്ള ചാൻസുകളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടെ നിന്ന് ഒന്ന് നോക്കിയിട്ട് പറയാം എത്രത്തോളമാണ് ഈ ഒരു വേരിയൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞതിനകത്തിൽ നിങ്ങൾക്ക് വിശ്വാസ്യത ഇല്ലെങ്കിൽ നിങ്ങൾക്കത് തുറന്ന് പറയാം. കാരണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള എൻ്റെ കാൽക്കുലേഷനിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ അതും ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം. കാരണം നമ്മൾ ഇതൊരു സംവാദം പോലെ ആരെയും കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പക്ഷേ എന്തിന് ട്രാക്കേഴ്സ് ഇങ്ങനെ ഒരു കളക്ഷൻ കുറയ്ക്കുന്നു? പ്രത്യേകിച്ച്
ഉണ്ണി മുകുന്ദൻ, മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ ബാക്കി ഏതെങ്കിലും ഒരു സിനിമ വരുമ്പോൾ എന്തിനിവർ ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് കയറി പറയുന്നു? ഇതേ സംഭവം തന്നെ നമുക്കറിയാം. 14,61,00,000 രൂപയാണ് ഇന്ന് വരെയുള്ള ട്രാക്ഡ് കളക്ഷൻ, കേരള കളക്ഷൻ. അങ്ങനെയാണെങ്കിൽ സാധാരണ മലയാള സിനിമ പറയുമ്പോൾ ട്രാക്കേഴ്സ്, നമ്മുടെ പ്രമുഖ ചാനലുകാർ വരെ പറയുന്ന കണക്ക് ഒരു ഏകദേശം ഒരു 23 കോടിയെങ്കിലും ആയിരിക്കും കളക്ഷൻ എന്നുള്ളത്. ഇവിടെയാണ് 14 കോടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് ഏകദേശം 11 കോടി വന്നപ്പോൾ പറഞ്ഞത് നമുക്ക് 13.5 കോടിയോളമാണ് കേരള കളക്ഷൻ എന്നുള്ളതാണ്. അതായത് 2 കോടിയുടെ ഡിഫറൻസ് മാത്രമാണ്. അതായത് ബാക്കിയുള്ള സിനിമകൾക്കൊന്നും ഇത് ബാധകമല്ല, ഈ ഒരു സിനിമയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള താരങ്ങൾക്കും മാത്രം ബാധകം എന്നുള്ള രീതിയിൽ. എന്തായാലും മാർക്കോയെ തളർത്താൻ ആർക്കും കഴിയില്ല. മികച്ച രീതിയിൽ തന്നെ കൊടൂരമായി പോവുകയാണ്. ഒരുപക്ഷെ 4 ദിവസം എന്നുള്ളത് 5-ാമത്തെ ദിവസം സിനിമ 50 കോടി ക്ലബിൽ കയറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവിടെ ആർക്കും ഒരു ട്രാക്കർ വിചാരിച്ചാലും അത് മാറ്റാനും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ വേണം. നിങ്ങളുടെ കരുത്തുറ്റ ആ ഒരു സപ്പോർട്ടിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുണ്ടാവണം. കാത്തിരിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.